ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാ. വൈകുന്നേരം 6 മണിക്ക് കട അടയ്ക്കും. സന്ധ്യ മയങ്ങിയാൽ ആരും പുറത്തിറങ്ങില്ല. രാവിലെ 10 മണിക്ക് ശേഷമേ പറമ്പിൽ പണിക്കിറങ്ങാൻ പറ്റൂ. കടുവാ ഭീതിയിൽ ദുരിതത്തിലായ മൈലമ്പാടി പുല്ലുമല പ്രദേശവാസികളുടെ ദുരിതം അവസാനിക്കുന്നില്ല. വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ പിടികൂടിയതിനു ശേഷവും കടുവയുടെ നിരന്തര സാന്നിധ്യത്തിൽ പൊറുതിമുട്ടി പ്രദേശത്തെ കുടുംബങ്ങൾ. ഈ മാസം 11-ാം തീയതിയാണ് മീനങ്ങാടി അപ്പാടും പാമ്പൻകൊല്ലിയിലുമായി 3 ആടുകളെ കടുവ ആക്രമിച്ചു കൊന്നത്. കനത്ത പ്രതിഷേധത്തെ തുടർന്ന് അന്ന് തന്നെ കൂട് സ്ഥാപിക്കുകയും തൊട്ടടുത്ത ദിവസം കടുവ കൂട്ടിലകപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും അതിനടുത്ത ദിവസം തന്നെ വീണ്ടും സമീപത്തെ എസ്റ്റേറ്റിൽ കുളത്തിൽ വെള്ളം കുടിക്കുന്ന മറ്റൊരു കടുവയെ തൊഴിലാളികൾ നേരിട്ട് കണ്ടിരുന്നു. പിന്നീട് ഇങ്ങോട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പ്രദേശത്തെ പലരും കടുവയെ നേരിൽ കണ്ടതായി പറയുന്നു. ഇതോടെ അതീവ ഭീതിയിലായ പ്രദേശവാസികൾ ഇപ്പോൾ സന്ധ്യ മയങ്ങിയാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ സാധിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ്. വ്യത്യസ്ത വലിപ്പത്തിലാണ്. ഒരു പ്രാവശ്യം കണ്ട് വലിയ ഒരു കടുവയാണെങ്കിൽ പിന്നീട് കാണുന്നത് അതിനേക്കാൾ ചെറുതാണ്. അപ്പം ഒന്നിലധികം കടുവകൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധയോടെ വന്നില്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോകാനോ അല്ലെ മറ്റു കാര്യങ്ങൾക്ക് പോകാനോ ജോലിക്ക് പോകാനൊക്കെ ഉള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടാണ്. അതുപോലെ കടകൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നേരത്തെ അടയ്ക്കേണ്ട ഗതികേട്, വീട്ടിൽ പോയാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഇതെല്ലാമാണ് ശരിക്കും പുല്ലുമലയെ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നത്. വലുതും ചെറുതുമായി ഒന്നിലധികം കടുവകൾ പ്രദേശത്ത് തുടരുന്നതായും നാട്ടുകാർ പറയുന്നു. ചുറ്റുഭാഗവും വിവിധ എസ്റ്റേറ്റുകളുള്ള പ്രദേശത്ത് നിരവധി തൊഴിലാളികളാണ് കടുവയെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിൽ കണ്ടത്. ഇതോടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ പോലും തൊഴിലാളികളും ഭയപ്പെടുകയാണ്. പട്ടാപ്പകലും കടുവയുടെ മുൻപിൽപ്പെടുന്ന അവസ്ഥയിൽ തൊഴിലാളികൾ കൂട്ടത്തോടെ മാത്രം ജീവൻ പണയം വെച്ചാണ് തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങള് ഒരു 10-12 മണി ഒക്കെ ആയിട്ടുണ്ടാവും. ആ സമയമൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ പണി സമയമല്ലേ. അപ്പോൾ ഞങ്ങൾ വിറക് ഈ തലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം കടന്നു പോയത്. ഞങ്ങൾ തൊട്ട് താഴെയുണ്ട്. ഈ സാധനം കുറച്ച് മേലെ കൂടെ കടന്നു പോയി. വലിയ കടുവയാണ്. ഒരു വലുതാ, ഇത്രയുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവുമെല്ലാമായി തുടർച്ചയായി കടുവകൾ കാടിറങ്ങിയെത്തുന്നതോടെ പ്രദേശത്തെ കർഷകരടക്കമുള്ള കുടുംബങ്ങളുടെ ജീവിതം തന്നെ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജില്ലയിൽ തന്നെ വന്യമൃഗശല്യം ഏറ്റവും കൂടുതലുള്ള പ്രദേശത്തെ അധികൃതർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.